ثم رددنا لكم الكرة عليهم وأمددناكم بأموال وبنين وجعلناكم أكثر نفيرا. അനന്തരം നാം അവരെ ജയിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകി, സന്തതികളാലും സമ്പത്തിനാലും നിങ്ങളെ സഹായിച്ചു, നിങ്ങളുടെ ജനസംഖ്യ മുമ്പത്തേതിലും വർദ്ധിപ്പിച്ചു തന്നു. ബാബിലോണിയക്കാരുടെ ബന്ധനത്തിൽ നിന്ന് മുക്തമായതിനു ശേഷം യഹൂദികൾക്ക് നൽകപ്പെട്ട അവസരത്തിലേക്കാണ് സൂചന. സാമരീയക്കാരും ഇസ്രായേല്യരും തമ്മിലുണ്ടായിരുന്ന ബന്ധം അവർ വിശ്വാസപരമായും ധാർമ്മികമായും തകർന്നതിനു ശേഷം പിന്നീട് വളർന്നു വന്നിട്ടില്ല. എങ്കിലും യഹൂദികളിൽ നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുകയും നന്മയിലേക്ക് പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അവർ യഹൂദായിൽ അങ്ങിങ്ങായി താമസിച്ചിരുന്ന മറ്റുള്ളവരിലും പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല, ബാബിലോണിയയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും നാടുകടത്തപ്പെട്ടവരിൽ പശ്ചാത്താപബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അവസാനം അള്ളാഹുവിന്റെ കാരുണ്യം അവരെ സഹായിക്കാനെത്തി. ബാബിലോണിയക്കാരുടെ ആധിപത്യം അവസാനിച്ചു. ക്രിസ്ത്വബ്ദം 539 ഇറാൻ ചക്രവർത്തിയായിരുന്ന സൈറസ് ബാബിലോണിയക്കാരെ കീഴടക്കുകയും അടുത്ത വർഷം തന്നെ എല്ലാ ഇസ്രായേല്യർക്കും തിരിച്ചുവന്ന് തങ്ങളുടെ ജന്മദേശത്ത് താമസിക്കാനുള്ള പൊതു അനുവാദം വിളംബരപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് യഹൂദായിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന യഹൂദി സംഘങ്ങളുടെ പരമ്പര ദീർഘകാലം തുടർന്നുകൊണ്ടിരുന്നു. സൈറസ് അവർക്ക് ഹൈക്കൽ സുലൈമാനി പുനർനിർമ്മിക്കാൻ അനുവാദം നൽകിയെങ്കിലും ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ജനത ഒരു ഘട്ടം വരെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ദാരിയൂസ് ഒന്നാമൻ ക്രിസ്ത്വബ്ദം 522 യഹൂദായുടെ അവസാനത്തെ രാജാവിന്റെ പൌത്രൻ സെരുബാബേലിനെ യഹൂദായിലെ ഗവർണറായി നിശ്ചയിച്ചു. അദ്ദേഹം ഹജ്ജി പ്രവാചകന്റെയും സഖയ്യ പ്രവാചകന്റെയും ശാസ്ത്രമുഖ്യനായ യോശുവായുടെ മേൽനോട്ടത്തിൽ വിശുദ്ധ ഹൈക്കൽ പുനർനിർമ്മിക്കുക തന്നെ ചെയ്തു. പിന്നീട് ക്രിസ്ത്വബ്ദം 458 നാടുകടത്തപ്പെട്ട ഒരു വിഭാഗത്തോടൊപ്പം ഉസൈർ യഹൂദായിൽ വരികയും ഇറാൻ ചക്രവർത്തി അർദഷീർ അദ്ദേഹത്തിന് ഇപ്രകാരം ഒരു തിട്ടൂരം കൊടുക്കുകയും ചെയ്തു: അല്ലയോ എസ്ര, നിനക്ക് നിന്റെ ദൈവം നൽകിയ ജ്ഞാനപ്രകാരം നദിക്കക്കരെ പാർക്കുന്ന സകല ജനത്തിനും നിന്റെ ദൈവത്തിന്റെ ജ്ഞാനപ്രമാണങ്ങളെ അറിയുന്ന ഏവർക്കും തന്നെ ന്യായപാലനം നടത്താൻ അധികാരികളെയും ന്യായാധിപന്മാരെയും നിയമിക്കണം. അറിയാത്തവർക്കോ നിങ്ങൾ അവയെ ഉപദേശിച്ചു കൊടുക്കണം. എന്നാൽ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണവും രാജാവിന്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. എസ്രാ അധ്യായം 7, 25, 26 വാക്യങ്ങൾ. ഈ പ്രമാണം ഉപയോഗപ്പെടുത്തി എസ്രാ പ്രവാചകൻ മൂസാ നബിയുടെ മതത്തെ ഉദ്ധരിക്കാൻ പാടുപെട്ടു. യഹൂദികളായ എല്ലാ നല്ലവരെയും അദ്ദേഹം ഒരുമിച്ചുകൂട്ടി ശക്തമായ ഒരു നിയമവ്യവസ്ഥയുണ്ടാക്കി. ബൈബിളിലെ 5 പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് പ്രചരിപ്പിച്ചു. തൗറാത്തും അതിലുൾപ്പെടും. യഹൂദികൾക്ക് മതപഠനത്തിനുള്ള ഏർപ്പാടുകളുണ്ടാക്കി. ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഇതര സമുദായങ്ങളുമായുള്ള സമ്പർക്കം മൂലം ഇസ്രായേല്യരിൽ വ്യാപിച്ചിരുന്ന വിശ്വാസപരവും ധാർമ്മികവുമായ തിന്മകൾ ദൂരീകരിക്കാൻ തുടങ്ങി. ജൂതന്മാർ വിവാഹം കഴിച്ചിരുന്ന ബഹുദൈവ വിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളെയും മോചിപ്പിച്ചു. ബനു ഇസ്രായേൽ പൂർണ്ണമായും ദൈവത്തിന് അടിമപ്പെടുമെന്നും അവന്റെ നിയമങ്ങൾ പാലിക്കുമെന്നും അവരോട് കരാർ വാങ്ങി. ക്രിസ്ത്വബ്ദം 445 നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ നാടുകടത്തപ്പെട്ട മറ്റൊരു സംഘവും കൂടി യഹൂദായിൽ തിരിച്ചെത്തി. ഇറാൻ ചക്രവർത്തി നെഹമ്യാവിനെ ജെറുസലേമിന്റെ ഭരണാധികാരിയായി നിശ്ചയിക്കുകയും നഗരം പുനർനിർമ്മിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ 150 വർഷത്തിനു ശേഷം ബൈത്തുൽ മഖ്ദിസ് പുനരുദ്ധരിക്കപ്പെടുകയും ജൂതമതത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി തീരുകയും ചെയ്തു. പക്ഷേ വടക്കൻ പലസ്തീനിലും സാമിരിയയിലും ഉണ്ടായിരുന്ന ഇസ്രായേല്യർ എസ്രായുടെ ഉദ്ധാരണ പ്രവർത്തനങ്ങൾ ഒട്ടും പ്രയോജനപ്പെടുത്തിയില്ല. മാത്രമല്ല, ബൈത്തുൽ മഖ്ദിസിനെതിരിൽ ജസ്രിൻ പർവ്വതത്തിൽ തങ്ങളുടെ സ്വന്തമായ ഒരു മതകേന്ദ്രം സ്ഥാപിക്കുകയും അതിനെ ഇസ്രായേല്യരുടെ ഖിബലയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദന്മാരും സാമിരികളും തമ്മിലുണ്ടായിരുന്ന അകൽച്ച കൂടുതൽ വർദ്ധിക്കുകയാണുണ്ടായത്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനവും അലക്സാണ്ടർ ചക്രവർത്തിയുടെ മഹാവിജയങ്ങളും അതിനുശേഷം ഗ്രീക്കുകാരുടെ ഉയർച്ചയും ഒരു ഘട്ടം വരെ യഹൂദികൾക്ക് അങ്ങേയറ്റം വിഷമങ്ങൾ വരുത്തിവെക്കുകയുണ്ടായി. അലക്സാണ്ടറുടെ മരണശേഷം രാഷ്ട്രം 3 വിഭജിക്കപ്പെട്ടപ്പോൾ സിറിയൻ പ്രദേശങ്ങൾ അന്താക്കിയ തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള സലൂഖി രാഷ്ട്രത്തിന്റെ കീഴിലാണ് വന്നത്. ഈ രാഷ്ട്രത്തിന്റെ ചക്രവർത്തി അന്ത്യുക്കസ് 3 ക്രിസ്ത്വബ്ദം 198 ഫലസ്തീൻ ആക്രമിച്ചു കീഴടക്കി.
മതപരമായി ബഹുദൈവ വിശ്വാസിയും ധാർമ്മികമായി തികഞ്ഞ അരാജകവാദിയുമായിരുന്ന ഈ ഗ്രീക്ക് ചക്രവർത്തി ജൂതമതത്തോടും സംസ്കാരത്തോടും കഠിനമായ അസഹിഷ്ണുതയാണ് പുലർത്തിയിരുന്നത്. അവർക്കെതിരിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രീക്ക് സംസ്കാരത്തിന് പ്രചാരം നൽകാൻ തുടങ്ങി. മാത്രമല്ല, യഹൂദികളിൽ നിന്നുതന്നെ നല്ല ഒരു വിഭാഗം അതിന്റെ പ്രത്യേക പ്രചാരകന്മാരും പ്രവർത്തകരുമായി മാറുകയും ചെയ്തു. ഈ വിദേശ ഇടപെടൽ യഹൂദ ജനതയിൽ ഭിന്നിപ്പുണ്ടാക്കുക തന്നെ ചെയ്തു. ഒരു വിഭാഗം ഗ്രീക്ക് വസ്ത്രങ്ങളും ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് ജീവിത രീതികളും ഗ്രീക്ക് കളികൾ പോലും സ്വായത്തമാക്കിയെങ്കിൽ മറ്റൊരു വിഭാഗം തങ്ങളുടെ സംസ്കാരത്തിൽ വാശിയോടുകൂടി ഉറച്ചുനിന്നു. അങ്ങനെ ക്രിസ്തുബ്ദം 175 അന്ത്യോക്കസ് 4 സിംഹാസനാരോഹണം ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ മുഴുവൻ അധികാരശക്തിയും ഉപയോഗിച്ച് ജൂതമതത്തെയും സംസ്കാരത്തെയും തുടച്ചു നീക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിലെ ഹൈക്കലിൽ ഒരു വലിയ വിഗ്രഹം വെച്ചിട്ട് ജൂതന്മാരെ നിർബന്ധപൂർവം അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യിച്ചു. ബലിസ്ഥലത്തു വെച്ച് ജൂതന്മാർ ബലിയറുക്കുന്നത് നിരോധിച്ചു. ബഹുദൈവ വിശ്വാസികളുടെ ബലിസ്ഥലത്തു തന്നെ അവരും ബലിയറുക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങളുടെ വീടുകളിൽ തൗറാത്ത് സൂക്ഷിക്കുകയോ സാബത്ത് നിയമങ്ങൾ പാലിക്കുകയോ സന്താനങ്ങളുടെ ചേലാകർമ്മം നടത്തുകയോ ചെയ്യുന്നവർക്കെല്ലാം വധശിക്ഷ നൽകാൻ കൽപ്പന കൊടുത്തു. പക്ഷേ ഈ അടിച്ചമർത്തൽ കൊണ്ട് യഹൂദികൾ പരാജയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, മക്കാബി വിപ്ലവം എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയ ശക്തമായ ഒരു പ്രസ്ഥാനം തന്നെ അവർക്കിടയിൽ രൂപം കൊള്ളുകയുണ്ടായി. എന്നാൽ ഈ വടംവലിയിൽ ഗ്രീക്ക് വൽകൃത ജൂതന്മാരുടെ അനുഭാവം ഗ്രീക്കുകാരോടായിരുന്നു. അവർ മക്കാബി വിപ്ലവത്തെ പരാജയപ്പെടുത്താൻ പ്രാവർത്തികമായി തന്നെ അന്താക്കിക്കാരായ അക്രമികളെ സഹായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉസൈർ ഉദ്ദീപിപ്പിച്ച മതബോധത്തിന്റെ ജീവൻ അവരിൽ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തിയിരുന്നതിനാൽ സാധാരണക്കാരായ ജൂതന്മാർ മക്കാബികളുടെ പക്ഷത്താണുണ്ടായിരുന്നത്. അവസാനം അവർ ഗ്രീക്കുകാരെ പുറന്തള്ളി സ്വതന്ത്രമായ ഒരു മത സ്റ്റേറ്റ് സ്ഥാപിക്കുക തന്നെ ചെയ്തു. ഇത് ക്രിസ്തുബ്ദം 67 വരെ നിലനിൽക്കുകയുണ്ടായി. ഈ രാഷ്ട്രത്തിന്റെ അതിർത്തി പിന്നീട് ക്രമത്തിൽ വിപുലമായി വരികയും മുമ്പ് യഹൂദ, ഇസ്രായേൽ രാഷ്ട്രങ്ങളുടെ കീഴിലുണ്ടായിരുന്ന മുഴുവൻ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്തു. മാത്രമല്ല, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും കാലത്ത് കൈവശപ്പെടുത്താൻ കഴിയാതിരുന്ന ഫിലിസ്ത്യായുടെ വലിയ ഒരു ഭാഗവും കൂടി അധീനമാക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളിലേക്കാണ് പ്രസ്തുത ഖുർആൻ സൂക്തം സൂചന നൽകുന്നത്. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅതും ഫലഹാ ഫഇദാ ജാഅ വഅദുൽ ആഖിറതി ലിയസൂഉ وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا. നോക്കുക, നിങ്ങൾ നന്മ ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള നന്മയായി, തിന്മ ചെയ്തപ്പോഴോ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന തിന്മയുമായി. അനന്തരം രണ്ടാം വാഗ്ദാനത്തിന്റെ സന്ദർഭമായപ്പോൾ നാം നിങ്ങളുടെ മേൽ മറ്റു ശത്രുക്കൾക്ക് ആധിപത്യം നൽകി. അവർ നിങ്ങളുടെ മുഖങ്ങൾ വികൃതമാക്കുന്നതിനും ആദ്യ ശത്രുക്കൾ തള്ളിക്കയറിയ പോലെ ബൈത്തുൽ മഖ്ദിസിൽ തള്ളിക്കയറുന്നതിനും കയ്യിൽ കിട്ടിയതെല്ലാം തകർത്ത് കളയുന്നതിനും വേണ്ടി. ഈ രണ്ടാമത്തെ കുഴപ്പത്തിന്റെയും അതിന്റെ ശിക്ഷയുടെയും ചരിത്ര പശ്ചാത്തലം ഇതാണ്. മക്കാബി പ്രസ്ഥാനത്തെ വളർത്തി ശക്തിപ്പെടുത്തിയ മതധാർമ്മിക ചൈതന്യം അവരിൽ നിന്ന് ക്രമത്തിൽ നശിച്ചുപോവുകയും തൽസ്ഥാനത്ത് ശുദ്ധമായ ഭൗതിക പൂജയും ആത്മാവില്ലാത്ത കാട്ടിക്കൂട്ടലുകളും കയറിപ്പറ്റുകയും ചെയ്തു. ഇത് അവർക്കിടയിൽ പിളർപ്പുണ്ടാക്കിയെന്ന് മാത്രമല്ല, റോമൻ സാമ്രാട്ടായ പൂംപിയെ ഫലസ്തീനിലേക്ക് സ്വയം ക്ഷണിച്ചു വരുത്താൻ കൂടി കാരണമാക്കി തീർത്തു. അങ്ങനെ ക്രിസ്തുബ്ദം 63 പൂംപി ഫലസ്തീനിലേക്ക് തിരിക്കുകയും ബൈത്തുൽ മഖ്ദിസ് കീഴടക്കി യഹൂദന്മാരുടെ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. പക്ഷേ ജയിച്ചടക്കിയ സ്ഥലങ്ങളിൽ നേർക്കുനേരെ തങ്ങളുടെ വ്യവസ്ഥകളും സമ്പ്രദായങ്ങളും നടപ്പാക്കുന്നതിനേക്കാളേറെ പ്രാദേശിക ഭരണകർത്താക്കളിലൂടെ ലക്ഷ്യം നേടിയെടുക്കുക എന്ന നയമായിരുന്നു റോമൻ സാമ്രാട്ടുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അതിനാൽ അദ്ദേഹം പലസ്തീനിൽ തന്റെ കീഴിലുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും അവസാനം ക്രിസ്തുബ്ദം 40 അത് ഹെരോദ എന്ന പേരുള്ള സമർത്ഥനായ ഒരു ജൂതന്റെ കയ്യിൽ വരികയും ചെയ്തു. മഹാനായ ഹെരോദ എന്ന പേരിൽ പ്രസിദ്ധനായ ഇദ്ദേഹത്തിന്റെ ആധിപത്യം ഫലസ്തീന് പുറമെ കിഴക്കൻ ജോർഡാനിലേക്ക് കൂടി വ്യാപിക്കുകയും
ക്രിസ്ത്വാബ്ദം 40 മുതൽ 4 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു ഭാഗത്ത് മതനേതാക്കളെ സേവിച്ചുകൊണ്ട് ജൂതന്മാരുടെ പ്രീതി കരസ്ഥമാക്കി, മറുവശത്ത് റോമൻ സംസ്കാരം പ്രചരിപ്പിക്കുകയും റോമൻ സിംഹാസനത്തോടുള്ള കൂറും സ്നേഹവും കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ട് സീസറിന്റെ സ്നേഹം സമ്പാദിക്കുകയും ചെയ്തു. ഇക്കാലത്ത് ജൂതന്മാരുടെ മതപരവും ധാർമ്മികവുമായ നിലവാരം ഇടിഞ്ഞിടിഞ്ഞ് ഏതാണ്ട് ഒന്നുമില്ലാതായി കഴിഞ്ഞിരുന്നു. ഹെരോദയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രം 3 ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു പുത്രൻ അർക്കലയോസ് സാമരിയ, യഹൂദിയ, വടക്കൻ അദൂമിയ എന്നിവയുടെ രാജാവായി. പക്ഷെ ക്രിസ്ത്വബ്ദം 6-ാം വർഷത്തിൽ സീസർ ആഗസ്റ്റസ് അദ്ദേഹത്തെ ഒഴിവാക്കി മുഴുവൻ രാഷ്ട്രവും തന്റെ ഒരു ഗവർണറുടെ കീഴിലാക്കി. ക്രിസ്ത്വബ്ദം 41 വരെ ഈ നില തുടർന്നു. യേശുക്രിസ്തു ഇസ്രായേലിയരെ ഉദ്ധരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ജൂത നേതാക്കൾ സംഘടിച്ച് അദ്ദേഹത്തെ എതിർക്കുകയും റോമൻ ഗവർണറായിരുന്ന പൊന്തിയോസ് പിലാത്തോസിനെ കൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ഉപചാപം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു അത്. ഹെരോദയുടെ 2ാമത്തെ പുത്രൻ ഹെരോദ ഇൻഡിപാസ് വടക്കൻ ഫലസ്തീന്റെ ഗലീൽ മേഖലയുടെയും കിഴക്കൻ ജോർഡാന്റെയും രാജാവായി. ഇദ്ദേഹമാണ് ഒരു നർത്തകിയുടെ ആവശ്യപ്രകാരം യഹിയാ പ്രവാചകനെ തലയറുത്ത് അവൾക്ക് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ 3ാമത്തെ പുത്രൻ ഫിലിപ്പോസ് ഫിർമോൺ പർവ്വതം മുതൽ യർമൂഖ് നദി വരെയുള്ള പ്രദേശങ്ങളുടെ രാജാവായി. ഇദ്ദേഹം തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും അപേക്ഷിച്ച് റോമ ഗ്രീക്ക് സംസ്കാരങ്ങളിൽ കൂടുതൽ ആകൃഷ്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ നന്മയുടെ ഒരാശയം ഉയർന്നുവരിക പലസ്തീനിന്റെ ഇതര പ്രദേശങ്ങളിലേക്കാൾ പ്രയാസകരമായിരുന്നു. ക്രിസ്ത്വബ്ദം 41 മഹാനായ ഹെരോദയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളുടെയും രാജാവായി അദ്ദേഹത്തിന്റെ പൌത്രൻ ഹെരോദ അഗ്രിപ്പയെ റോമക്കാർ വാഴിച്ചു. ഇദ്ദേഹം അധികാരമേറ്റെടുത്ത ശേഷം ഈസാ നബിയുടെ അനുയായികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തി കൂടി. അദ്ദേഹം തന്റെ ശ്രദ്ധ ഈസാ നബിയുടെ അനുയായികളായ ഹവാരികളുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന ദൈവഭക്തിയിൽ അധിഷ്ഠിതവും സ്വഭാവ സംസ്കരണപരവുമായ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ കേന്ദ്രീകരിച്ചു. ഈ ഘട്ടത്തിൽ യഹൂദികൾ പൊതുവെയും അവരുടെ മതനേതാക്കൾ പ്രത്യേകമായും സ്വീകരിച്ചിരുന്ന നിലപാട് ശരിയാം വണ്ണം മനസ്സിലാകണമെങ്കിൽ ഈസാ നബി തന്റെ പ്രസംഗത്തിലൂടെ അവരെ വിമർശിക്കുന്ന ഭാഗങ്ങൾ വായിക്കുക തന്നെ വേണം. ഈ പ്രസംഗങ്ങളെല്ലാം പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളിൽ കാണാവുന്നതാണ്. ഈ ജനതയുടെ കൺമുമ്പിൽ വെച്ച് യഹിയായെപ്പോലുള്ള പരിശുദ്ധനായ ഒരു മനുഷ്യനെ വധിച്ചു കളഞ്ഞിട്ടും ആ നിഷ്ഠൂരതയ്ക്കെതിരിൽ ഒരു പ്രതിഷേധ ശബ്ദം പോലും പൊങ്ങി വന്നില്ല എന്നതുതന്നെ ആ ജനതയുടെ അവസ്ഥ മനസ്സിലാക്കാൻ മതിയായ തെളിവാണ്. സമുദായത്തിലെ മുഴുവൻ മതപുരോഹിതന്മാരും മസീഹിനെ വധിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഏതാനും ശുദ്ധഗതിക്കാരായ ആളുകൾ മാത്രമേ ആ നടപടിയെ ആക്ഷേപിക്കാനുണ്ടായിരുന്നുള്ളൂ. എത്രത്തോളമെന്നല്ലേ, പൊന്തിയോസ് പിലാത്തോസ് ആ ജനതയോട് ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ ആഘോഷ ദിവസമാണ്. സമ്പ്രദായമനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ച കുറ്റവാളികളിൽ ഒരാളെ വിട്ടയക്കാൻ അനുവാദമുണ്ട്. പറയുക, യേശുവിനെയാണോ വിട്ടയക്കേണ്ടത്, അതല്ല ബറബ്ബാസ് എന്ന കൊള്ളക്കാരനെയോ? അവർ ഒന്നടങ്കം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ബറബ്ബാസിനെ വിട്ടയക്കുക. ഈ ജനം ശിക്ഷാർഹരായിരിക്കുന്നുവെന്നതിന് ദൈവം അവതരിപ്പിച്ച അവസാനത്തെ തെളിവായിരിക്കാം ഇത്. ഇതിനുശേഷം ഏറെക്കാലം കഴിയുന്നതിനു മുമ്പ് യഹൂദികളും റോമക്കാരും തമ്മിൽ ഗുരുതരമായ വടംവലികൾ ആരംഭിക്കുകയും ക്രിസ്ത്വബ്ദം 64-ന്റെയും 66-ന്റെയും ഇടയിൽ യഹൂദികൾ തുറന്ന ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഹെരോദ അഗ്രിപ്പ 2-നും റോമിലെ പ്രൊക്യൂർഡേർ ഫ്ലോറയും ഈ ആക്രമണം തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അവസാനം റോമൻ ചക്രവർത്തി ഒരു വലിയ സൈനിക നീക്കം നടത്തി അക്രമം തടയുകയും ക്രിസ്ത്വബ്ദം 70-ൽ ഡേഡുസ് ആയുധശക്തി ഉപയോഗിച്ചു തന്നെ ജെറുസലേം കീഴടക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി നടന്ന കൂട്ടക്കൊലയിൽ 1,33,000 ആളുകൾ മരണപ്പെട്ടു. 67,000 ആളുകൾ തടവിലാക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അടിമകളായി ഈജിപ്തിലേക്ക് അയക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ ആംഫി തിയേറ്ററുകളിലും കൊളോസിയങ്ങളിലും വന്യമൃഗങ്ങളുമായി മൽപിടുത്തം നടത്തി മരിച്ചു വീഴാനും ആയുധാഭ്യാസികൾക്ക് നൈപുണ്യം പരീക്ഷിക്കാനുള്ള ഉന്നമായിരിക്കാനും വിവിധ പട്ടണങ്ങളിലേക്ക് അയക്കപ്പെടുകയുണ്ടായി. ആരോഗ്യവും സൗന്ദര്യവുമുള്ള പെൺകുട്ടികളെയെല്ലാം ജേതാക്കൾ സ്വന്തമാക്കി. ജെറുസലേം പട്ടണവും ഹൈക്കലും തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് 2000 വർഷം വരെ തലയുയർത്താൻ സാധിക്കാത്ത വിധം ജൂതന്മാരുടെ സർവ്വവിധ അടയാളങ്ങളും തുടച്ചു നീക്കപ്പെട്ടു. ജെറുസലേമിലെ വിശുദ്ധ ഹൈക്കൽ പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടില്ല. പിൽക്കാലത്ത് കൈസർ ഹെഡ്രിയാൻ, ഇപ്പോൾ ഏലിയ എന്നറിയപ്പെടുന്ന ഈ പട്ടണം പുനർനിർമ്മിച്ചുവെങ്കിലും
വളരെ കാലത്തേക്ക് ജൂതന്മാർക്ക് അങ്ങോട്ട് പ്രവേശനാനുമതി നൽകിയിരുന്നില്ല. ഇതായിരുന്നു രണ്ടാമത്തെ കുഴപ്പത്തെ തുടർന്ന് ജൂതന്മാർക്ക് ലഭിച്ച ശിക്ഷ. عسى ربكم أن يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا. നിങ്ങളുടെ റബ്ബ് ഇനിയും നിങ്ങളോട് കരുണ കാണിച്ചേക്കാം. പക്ഷേ നിങ്ങൾ പഴയ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ നാം ശിക്ഷയും ആവർത്തിക്കും. അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ജനത്തിന് തടവറയായി നാം നരകം ഒരുക്കിവെച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണം മുഴുവൻ ഇസ്രായേലരോടാണെന്ന് ഇതിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത്. സംബോധിതർ മക്കയിലെ സത്യനിഷേധികൾ തന്നെയാണ്. അവരെ ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിയരുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കത്തക്ക ചില സംഭവങ്ങൾ ഉദ്ധരിക്കുകയായിരുന്നു. ഇസ്രായേലിയരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ഇടവാചകം ഒരു വർഷത്തിനു ശേഷം മദീനയിൽ നിന്ന് അവർക്ക് ലഭിക്കാനിരിക്കുന്ന സദുപദേശങ്ങളുടെ മുന്നോടിയാണ്. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. യാഥാർത്ഥ്യമിതത്രേ, ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗം കാണിച്ചു തരുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിലേർപ്പെടുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് ശുഭവാർത്ത നൽകുന്നു. وَأَنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ أَعْتَدْنَا لَهُمْ عَذَابًا أَلِيمًا. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി നാം നോവേറിയ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഏതെങ്കിലും വ്യക്തിയോ സമൂഹമോ ജനതയോ ഖുർആനിന്റെ ഈ മുന്നറിയിപ്പുകളും ഉദ്ബോധനങ്ങളും വഴി നേർമാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ ഇതിനു മുമ്പ് ഇസ്രായേലർ അനുഭവിച്ച അതേ ശിക്ഷകൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം.